ചീറ്റ് ഷീറ്റിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹലോ എവരി വൺ. കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഉള്ള ചാപ്റ്ററിൽ വൺ ഓഫ് ദ ഈസിയസ്റ്റ് ടോപ്പിക്കാണ് സ്ട്രക്ചറൽ ഐസോമറിസം. സോൾവേഷൻ, അയണൈസേഷൻ, കോർഡിനേഷൻ, ഐസോമറിസം ഒക്കെ വളരെ ഈസിയാണ്. അതേസമയം കുട്ടികൾ എപ്പോഴും കംപ്ലൈൻറ്റ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ജോമെട്രിക്കൽ ഐസോമറിസം. ഏതൊക്കെ മോഡൽ ഓഫ് കോമ്പൗണ്ടുകളിലാണ് നമുക്ക് ജോമെട്രിക്കൽ ഐസോമറിസം ഉണ്ടാവുക? ഇപ്പോൾ ജെയ്ക്ക് നീറ്റിനൊക്കെ ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ടൈപ്പ് ഓഫ് ചോദ്യമാണ് വിച്ച് ഓഫ് ദ ഫോളോവിങ് മോളിക്യൂൾ ഷോസ് സിസ് ആൻഡ് ട്രാൻസ് ഐസോമറിസം, അല്ലെങ്കിൽ ജോമെട്രിക്കൽ ഐസോമറിസം, അല്ലെങ്കിൽ ഫേഷ്യൽ മെറിഡിയോണൽ ഐസോമറിസം എന്നുള്ള ചോദ്യങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ നിങ്ങൾ അറിയേണ്ട എല്ലാ കേസുകളും ഞാനൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. NCERT കൊടുത്തിരിക്കുന്നത്, അതായത് നോർമൽ ടോപ്പിക് ഡിസ്കഷനിലും എക്സസൈസിലും കൊടുത്തിട്ടുള്ള എല്ലാ കേസുകളും ഏറ്റവും കൂടുതലായി ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നീറ്റ് ജെയിലൊക്കെ ചോദിക്കപ്പെട്ടിട്ടുള്ള കേസുകളാണ് ഈ ഒരു ചീറ്റ് ഷീറ്റിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമേ നമുക്ക് കോർഡിനേഷൻ നമ്പർ 4ൻ്റെ കേസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. കോർഡിനേഷൻ നമ്പർ 4 വരുന്ന സമയത്ത് നമ്മുടെ കോമ്പൗണ്ട് സ്ക്വയർ പ്ലാനാർ ആണെന്ന് ഉറപ്പുവരുത്തണം. ടെട്രാഹെഡ്രൽ മോളിക്യൂളിന് ജോമെട്രിക്കൽ ഐസോമറിസം ഇല്ല, സ്ക്വയർ പ്ലാനാറിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 4 എക്സാമ്പിളുകളാണ് ഇവിടെ നമുക്ക് ഫ്രീക്വൻ്റ്ലി പഠിക്കാനുള്ള അല്ലെങ്കിൽ ഫ്രീക്വൻ്റ്ലി ചോദിക്കുന്ന കേസുകളുള്ളത്. ആദ്യത്തത് MA2B2, സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ കൂടെ 4 ലിഗാൻഡുകൾ, അതിൽ 2 A ടൈപ്പും ഉണ്ട്, 2 B ടൈപ്പും ഉണ്ട്. സ്മോൾ ലെറ്റർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു മോണോഡെൻഡേറ്റ് ലിഗാൻഡിനെയാണെന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ 4 ലിഗാൻഡുകൾ, 2 A ടൈപ്പ്, 2 B ടൈപ്പ്. അപ്പോൾ ഇവിടെ 2 A ടൈപ്പ് ലിഗാൻഡുകൾ അടുത്തടുത്താണെങ്കിൽ സിസ്, ഓപ്പോസിറ്റ് ആണെങ്കിൽ ട്രാൻസ്. അപ്പോൾ നമുക്ക് 2 ഐസോമേഴ്സ് ഉണ്ടാവും, 1 സിസ് 1 ട്രാൻസ്. അതുപോലെ MA2BC, അപ്പോൾ ഇവിടെ ടോട്ടൽ 4 ലിഗാൻഡുകൾ, അതിൽ 2 ലിഗാൻഡുകൾ ഒരുപോലത്തെ, ബിയും സിയും ഒക്കെ വേറെ വേറെ ടൈപ്പ് ഓഫ് ലിഗാൻഡുകളായിട്ടാണ് വരിക. അപ്പോൾ ഇവിടെ നമുക്ക് 2 A ലിഗാൻഡുകൾ അടുത്തടുത്താണെങ്കിൽ സിസ്, ഓപ്പോസിറ്റ് ആണെങ്കിൽ ട്രാൻസ്. അപ്പോൾ 2 ജോമെട്രിക്കൽ ഐസോമേഴ്സ് ഉണ്ടാവും. ഇനി 4 ലിഗാൻഡുകളും ഡിഫറൻ്റ് ആണെന്ന് ഇരിക്കട്ടെ. 4 ലിഗാൻഡുകളും ഡിഫറൻ്റ് ആണെങ്കിൽ നമുക്ക് ടോട്ടൽ 3 ജോമെട്രിക്കൽ ഐസോമേഴ്സ് ഉണ്ടാവും. ഇത് NCERT എക്സസൈസ് സൈഡിലാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു കേസ്. ഈ 3 ഐസോമേഴ്സിൽ 2 സിസും 1 ട്രാൻസും ആണെന്ന് ശ്രദ്ധിക്കുക. ആൻഡ് ഫൈനലി MAB2IS. അപ്പോൾ ഈ ബ്രാക്കറ്റിനുള്ളിൽ ക്യാപിറ്റൽ ലെറ്റർ A ആൻഡ് B റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ബൈഡൻറ്റേറ്റ് ലിഗാൻഡിനെയാണ്. അതിൽ A എന്ന് പറയുന്നൊരു ഡോണർ സൈറ്റും B എന്ന് പറയുന്ന മറ്റൊരു ഡോണർ സൈറ്റുമാണ്. അതായത് ഒരേ ലിഗാൻഡിൽ നിന്ന് 2 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡോണർ സൈറ്റ്. ഒരു സൈഡിൽ കൂടെ ഇലക്ട്രോണിക് കൊടുക്കുന്നത് നൈട്രജൻ ആണെങ്കിൽ മറ്റേ സൈഡിൽ ഓക്സിജൻ ആകും. അങ്ങനെ അതിൽ സിമിലർ ഡോണർ സൈറ്റുകൾ അടുത്തടുത്ത് വന്നാൽ സിസ്, അത് ഓപ്പോസിറ്റ് ആണെങ്കിൽ ട്രാൻസ്. അപ്പോൾ അവിടെയും 2 ജോമെട്രിക്കൽ ഐസോമേഴ്സ് ഉണ്ടാവും. ഇനി നമുക്ക് കോർഡിനേഷൻ നമ്പർ 6ലേക്ക് പോകാം. അപ്പോൾ കോർഡിനേഷൻ നമ്പർ 6 എന്ന് പറയുമ്പോൾ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സുകളായിരിക്കും. ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൽ നമുക്ക് 6 കേസ് നമുക്ക് പഠിക്കാനുണ്ട്, ഏറ്റവും ഫ്രീക്വൻ്റ്ലി ചോദിക്കുന്നത്. അതിൽ ആദ്യത്തെ മോഡൽ MA4B2, ഏറ്റവും സിംപ്ലസ്റ്റ് മോഡലാണിത്. A4B2ൽ 6 ലിഗാൻഡുകൾ, 4 A ടൈപ്പ് ലിഗാൻഡും 2 B ടൈപ്പ് ലിഗാൻഡും. അവിടെ നമുക്ക് 2 ഐസോമേഴ്സ് ഉണ്ടാവാം. ഈ B ടൈപ്പ് ലിഗാൻഡുകൾ അടുത്തടുത്താണെങ്കിൽ സിസ്, ഓപ്പോസിറ്റ് ആണെങ്കിൽ ട്രാൻസ്. ഇനി ഈ B2 എന്ന് പറയുന്നതിന് പകരം BC എന്നും ആകാം. അപ്പോഴും BC ലിഗാൻഡുകൾ അടുത്തടുത്താണെങ്കിൽ സിസ്, ഓപ്പോസിറ്റ് ആണെങ്കിൽ ട്രാൻസ്, 2 ഐസോമേഴ്സ്. നെക്സ്റ്റ് വൺ ഈസ് വൺ ഓഫ് ദ ഫേവറേറ്റ്, MA3B3 ടൈപ്പ്. ഇവിടെ 6 ലിഗാൻഡുകളിൽ 3 ഒരുപോലെയും മറ്റ് 3 മറ്റൊരു തരത്തിലും ആയിരിക്കും. സോ ഇവിടെ നമുക്ക് 2 ജോമെട്രിക്കൽ ഐസോമേഴ്സ് ഉണ്ടാവുക. പക്ഷേ എൻ്റെ പേര് സിസ്, ട്രാൻസ് എന്നല്ല, ഫേഷ്യൽ മെറിഡിയോണൽ ടൈപ്പാണ്. ഫേഷ്യൽ മെറിഡിയോണൽ അങ്ങനെ സാധാരണഗതി ചോദിച്ച് കാണാത്ത ഒരു കേസാണ് MAB ത്രൈസ് എന്ന് പറയുന്ന കേസ്. AB എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ബൈഡൻറ്റേറ്റ് ലിഗാനാണ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ AB ടൈപ്പിനകത്ത് 3 A ഡോണർ സൈറ്റുകൾ, അതായത് 3 ബൈഡൻറ്റേറ്റ് ലിഗാൻഡിൻ്റെയും A ഡോണർ സൈറ്റുകൾ ഒരു സിമിലർ സൈഡിലാണ് വരുന്നത് എങ്കിൽ നമ്മളതിനെ ഫേഷ്യൽ എന്നും അല്ല എങ്കിൽ മെറിഡിയോണൽ എന്നും വിളിക്കും. മറ്റൊരെണ്ണമാണ് ജെയ്ക്കൊക്കെ കോമൺ ആയിട്ട് ചോദിക്കുന്ന MABCDEF. സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് ചുറ്റുമുള്ള 6 ലിഗാൻഡുകളും മോണോഡെൻഡേറ്റ് ലിഗാൻഡുകളുമാണ്, അവരെല്ലാം ഡിഫറൻറ്റുമാണ്. ഈ ഒരു കേസിൽ നമുക്ക് 15 ജോമെട്രിക്കൽ ഐസോമേഴ്സ് ഉണ്ട്. അത് സിസ്, ട്രാൻസ്, ഫേഷ്യൽ മെറിഡിയോൺ എന്നുള്ള പേരുകൾ വെച്ച് നമ്മൾ പഠിക്കേണ്ടതില്ല. 15 ജോമെട്രിക്കൽ ഐസോമേഴ്സ് ഉണ്ടെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ, ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓഫ് ഓൾ. അപ്പോൾ ജോമെട്രിക്കൽ ഐസോമറിസം, ഒപ്റ്റിക്കൽ ഐസോമറിസം എല്ലാത്തിലും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇതാ ഈ ഒരു കേസ്, MAA2IS-B2 എന്ന് വെച്ചാൽ സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ ചുറ്റും 2 മോണോഡെൻഡേറ്റ് ലിഗാൻഡുകളുണ്ട്, ഐഡൻറ്റിക്കൽ ടൈപ്പ്, 2 ബൈഡൻറ്റേറ്റ് ലിഗാൻഡുകളുണ്ട്, അതും ഐഡൻറ്റിക്കൽ ടൈപ്പ്. അതിൽ AA എന്ന് ഉദ്ദേശിക്കുന്നത് സെയിം ടൈപ്പ് ഓഫ് ഡോണർ സൈറ്റ് ആണ്. അതായത് നൈട്രജൻ അല്ലെങ്കിൽ ഓക്സിജൻ പോലുള്ള ഡോണർ സൈറ്റുകളാണ് ഉള്ളത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ജോമെട്രിക്കൽ ഐസോമേഴ്സ് 2 ആസ് യൂഷ്വൽ. നമ്മുടെ മോണോഡെൻഡേറ്റ് ലിഗാൻഡുകൾ അടുത്തടുത്താണെങ്കിൽ സിസ്, ഓപ്പോസിറ്റ് ആണെങ്കിൽ ട്രാൻസ് എന്ന് ഓർത്താൽ മതി. സിസും ട്രാൻസും 2 ജോമെട്രിക്കൽ ഐസോമേഴ്സ് ഉണ്ട്. അതിൽ പ്രത്യേകത, ഈ ട്രാൻസ് എന്ന് പറയുന്ന ആൾ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. എന്ന് വെച്ചാൽ ട്രാൻസ് ഐസോമറിന് ഒപ്റ്റിക്കൽ ഐസോമർസും കാണിക്കാൻ പറ്റില്ല.
അതേസമയം സിസ്സിന് ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റും. അയാൾക്ക് ഡെക്സ്ട്രോ ലീവോ 2 വേരിയൻറ്റുകൾ ഉണ്ടാവും. അപ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് ഈ ഒരു മോഡൽ എന്നാണ് ഞാൻ പറഞ്ഞു. വരുന്ന ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ ഇങ്ങനെയായിരിക്കും. MAA2B2 എന്നുള്ള മോഡൽ ഓഫ് മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു കോർഡിനേഷൻ കോംപ്ലക്സ് എത്ര ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കും? അതിൻ്റെ ആൻസർ 2. അതേസമയം ചോദ്യം ഇങ്ങനെയായിരുന്നു എന്ന് വിചാരിക്കുക. MAA2B2 എന്നുള്ള മോഡൽ ഓഫ് കോർഡിനേഷൻ കോംപ്ലക്സ് എത്ര സ്റ്റീരിയോ ഐസോമേഴ്സ് കാണിക്കും? സ്റ്റീരിയോ എന്ന് പറയുമ്പോൾ ഒപ്റ്റിക്കലും ജോമെട്രിക്കലും നമ്മൾ എല്ലാം കൗണ്ട് ചെയ്യണം. അപ്പോൾ ജോമെട്രിക്കൽ ഐസോമേഴ്സ് സിസ്സും ട്രാൻസും ആണ്. അതിൽ സിസ്സിൽ 2 വേരിയേഷൻസ് ഡെക്സ്ട്രോ ആൻഡ് ലീവോ. ഇപ്പോൾ ടോട്ടൽ 3 സ്റ്റീരിയോ ഐസോമേഴ്സ് ഉണ്ടാവുക. സിസ്സിൻ്റെ ഡെക്സ്ട്രോ, സിസ്സിൻ്റെ ലീവോ ആൻഡ് ട്രാൻസ്. ടോട്ടൽ 3 സ്റ്റീരിയോ ഐസോമേഴ്സ്. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ജോമെട്രിക്കൽ ഐസോമേഴ്സിലെ എല്ലാ കേസുകളും ഈ ഒരു ചീറ്റ് ഷീറ്റിലുണ്ട്. ഇത് വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ റിവിഷൻ കണ്ടിന്യൂ ചെയ്യാം. സോ ഇനിയും കൂടുതൽ ട്രിക്കുകളായിട്ട് നമുക്ക് കാണാം. ഓൾ ദ വെരി ബെസ്റ്റ്.